കീഴടങ്ങാൻ രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ സമ്മർദ്ദം ശക്തമാക്കി കോൺഗ്രസും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ ഒളിവിൽ തുടരുന്നത് ദോഷം ചെയ്യുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. വോട്ടെടുപ്പ് ദിവസം അറസ്റ്റുണ്ടായാൽ അത് വൻ തിരിച്ചടിക്ക് കാരണമാകുമെന്നാണ് കോൺഗ്രസ് ഭയക്കുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രം ശേഷിക്കെ രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ കഴിയുന്നത് രാഷ്ട്രീയമായി UDFന് കനത്ത തിരിച്ചടിയാണ്. അതുകൊണ്ടുതന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒളിസങ്കേതത്തിൽ നിന്ന് പുറത്ത് എത്തിക്കാനുള്ള ശ്രമവും പാർട്ടി നടത്തുന്നുണ്ട്. ഒളിത്താവളം ഒരുക്കരുതെന്ന കർശന നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം രാഹുലിന്റെ അനുയായികൾക്ക് നൽകുകയും ചെയ്തു. 9-ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും. വോട്ടെടുപ്പ് ദിവസം അറസ്റ്റുണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന ക്ഷീണം ചെറുതായിരിക്കില്ലെന്ന് നേതൃത്വത്തിനറിയാം, അതും തെക്കൻ കേരളത്തിൽ. രാഹുൽ വിഷയത്തിൽ കടുത്ത പ്രതിസന്ധിയിലാണ് കോൺഗ്രസ്. ഭരണപക്ഷത്തിനെതിരെ വിമർശനം തിരിക്കാനുള്ള സാവകാശം പോലും ഇല്ലാതെ രാഹുൽ വിഷയത്തിൽ മറുപടി പറയേണ്ട അവസ്ഥയിലാണ് മുന്നണി. LDFനെ വെട്ടിലാക്കാൻ പോയി സ്വയം പ്രതിക്കൂട്ടിലായ പ്രതിപക്ഷം വേറെ ഉണ്ടാകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരിഹസിക്കുകയും ചെയ്തു. 9.5 കൊല്ലം ഭരണം നടത്തിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ 9.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ ഗവൺമെൻറ്റിനെയോ പ്രതിക്കൂട്ടാനാക്കാൻ ഒരായുധവും ഇല്ലാതെ സ്വന്തം പ്രതിക്കൂട്ടിലായ ഇതുപോലൊരു പ്രതിപക്ഷം ഈ ഭൂമുഖത്ത് വേറെ എവിടെയെങ്കിലുണ്ടോ? അല്ല, ഇത് കേൾക്ക്, ഞാൻ ഈ പറഞ്ഞത് ഇതുപോലെ ഉണ്ടോന്ന് എവിടെയെങ്കിലുണ്ടോ? ഉണ്ടോ? കേട്ടില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനായി SIT വ്യാപക തിരിച്ചലാണ് നടത്തിവരുന്നത്. കേരള കർണാടക അതിർത്തിയിൽ രാഹുൽ ഉണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം. ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യഹർജി നൽകിയിട്ടുണ്ടെങ്കിലും അതിന്റെ വിധി വരുന്നതുവരെ അറസ്റ്റിന് കാത്തിരിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത്. കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാൻ രാഹുലിനെ പോലീസ് പിടിക്കാതിരിക്കുകയാണെന്ന വിമർശനവും നേതാക്കൾ ഉയർത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.